ശബരിമല യുവതീ പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ റിട്ട് ഹർജികൾ സുപ്രീംകോടതി ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും. കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പുനഃപരിശോധനാ ഹർജികൾ തീർപ്പാക്കിയ ശേഷം മാത്രമേ റിട്ട് ഹർജികൾ പരിഗണിക്കുകയുള്ളൂവെന്ന് നവംബർ 13-ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. ആയതിനാൽ തന്നെ ഫെബ്രുവരി 8-ന് മുൻപ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനാണ് സാധ്യത. 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ നാളെ പരിഗണിക്കാനായിരുന്നു കോടതി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതിനാൽ കേസ് ജനുവരി 22 പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം യുവതീ പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും. കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെന്നൈ സ്വദേശി വിജയകുമാർ, മുംബൈ സ്വദേശി ശൈലജ വിജയൻ, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് എസ് ജയരാജ് കുമാർ എന്നിവരും അഖില ഭാരതീയ മലയാളി സംഘ് എന്ന സംഘടനയുമാണ് റിട്ട് ഹർജികൾ ഫയൽ ചെയ്തിരിക്കുന്നത്. പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു. നവംബർ 13-ന് ഈ 4 റിട്ട് ഹർജികളും പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് നിരീക്ഷിച്ചത്. അതിനാൽ തന്നെ ഫെബ്രുവരി 8-ന് മുമ്പ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഫെബ്രുവരി 8 എന്നത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് തീയതി മാത്രമാണ്. അതുകൊണ്ട് ഇത് അന്തിമമല്ല. അന്തിമ ലിസ്റ്റ് വരുമ്പോൾ ഈ തീയതി മാറാനും സാധ്യതയുണ്ട്. ജനുവരി 21 മുതൽ 24 വരെ കോടതി പരിഗണിക്കുന്ന കേസുകളുടെ പട്ടികയിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പേരില്ല. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജനുവരി 27 വരെ അവധി നീട്ടിയതായും ഇതിനിടെ സുപ്രീം കോടതി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഫെബ്രുവരി 1 വരെ കോടതി പരിഗണിക്കുന്ന കേസുകളുടെ അഡ്വാൻസ് ലിസ്റ്റിൽ ശബരിമല പുനഃപരിശോധനാ ഹർജികൾ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അഡ്വാൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേസ് പരിഗണിക്കെടുക്കില്ല എന്ന് തീർത്ത് പറയാനാകില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് അമേരിക്കൻ ഹാക്കർ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടന്നു. ഇക്കാര്യം BJP നേതാവ് ഗോപിനാഥ് മുണ്ടയ്ക്ക് അറിയാമായിരുന്നു. Thank you again and have a good day. Thank you. Well, a very interesting briefing. Yes, and I wonder if I have a record. വിഷ്ണു ചേരുകയാണ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് അമേരിക്കൻ ഹാക്കർ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ, ഈ ഒരു നിർണായക വിവരം ഇപ്പോൾ ഹാക്കറായിട്ടുള്ള സായിദ് സുജയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇത് ലണ്ടനിൽ നിന്നുള്ള ഒരു വാർത്താ സമ്മേളനമാണ്. യൂറോപ്പിലെ ഇന്ത്യൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ അമേരിക്കയിലെ സൈബർ വിഭാഗവുമായി ചേർന്ന് നടത്തിയ ഒരു പത്രസമ്മേളനമായിരുന്നു ഇന്ന് വൈകിട്ട് 5:30 ഉണ്ടായിരുന്നത്. ഈ ഒരു പത്രസമ്മേളനത്തിലാണ് ഏറ്റവും നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ഈ ഒരു ഹാക്കർ നടത്തിയിരിക്കുന്നത്. അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഇന്ത്യയിലെ EVM മെഷീനുകൾ ഏറ്റവും വ്യാപകമായി ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പ് ഫലം വരെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ഹാക്കർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഹാക്കർ ഇന്ന് ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർക്കുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലാണ് ഈ EVM മെഷീനുകൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വളരെ തിരിമറികൾ ഇന്ത്യയിൽ നടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉത്തർപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ ഈ EVM മെഷീനിൽ തിരിമറി നടത്തിയോ അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും തിരിമറി നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ ഒരു ഹാക്കർ ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ BJP ഭരണത്തിൽ വരികയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഹാക്കർ വെളിപ്പെടുത്തിയതനുസരിച്ച് നമുക്ക് പുറത്തുവിടാൻ കഴിയുന്ന നിർണായക വിവരം എന്ന് പറയുന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും അത് കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP അധികാരത്തിലെത്തിയത്
ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ തിരിമറി കൊണ്ട് മാത്രമാണ് BJP ഇത്ര വലിയ ഭൂരിപക്ഷം വോട്ടിംഗിൽ ഭൂരിപക്ഷം നേടുകയും അതോടൊപ്പം തന്നെ അധികാരത്തിലെത്തിയതും അങ്ങനെ BJP ഒരു ജനാധിപത്യ ധ്വംസനം നടത്തി അധികാരത്തിലെത്തിയിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ ഈ ഹാക്കറിന്റെ വെളിപ്പെടുത്തൽ നിന്നും അടിവരയിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാക്കർ വെളിപ്പെടുത്തുന്ന മറ്റു രണ്ട് നിർണായക വിവരങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് BJPയുടെ നേതാവായിട്ടുള്ള BJP നേതാക്കൾ ചിലർക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു. അതുപോലെ തന്നെ മുണ്ടെ BJPയുടെ പ്രമുഖനായിട്ടുള്ള ആ ഒരു നേതാവാണ് മുണ്ടെ. അദ്ദേഹം ഈ ഒരു BJP അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് തൊട്ടടുത്ത ദിവസം ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഈ ഗോപിനാഥ് മുണ്ടെ എന്ന് പറയുന്ന BJP നേതാവ് ഈ വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ഈ ഒരു വിഷയം വെളിപ്പെടുത്താനിരിക്കുകയായിരുന്നു. ഈ വെളിപ്പെടുത്താനിരിക്കുന്ന സമയത്താണ് ഗോപിനാഥ് മുണ്ടെ BJP നേതാവ് കൊല്ലപ്പെടുന്നത് എന്ന് ഹാക്കർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗോപിനാഥ് മുണ്ഡയുടെ മരണമടക്കം ഇപ്പോൾ വലിയൊരു ചോദ്യത്തിന് BJPയെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു. അതായത് ഈ BJP തെരഞ്ഞെടുപ്പുകൾ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ EVM മെഷീൻ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലെത്തുന്നു. ഈ ഒരു വിവരം വെളിപ്പെടുത്താൻ BJP നേതാവ് തന്നെ വെളിപ്പെടുത്താനിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്നു. ഈ ഒരു വെളിപ്പെടുത്തൽ വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഗോപിനാഥ് മുണ്ഡയുടെ മരണം പോലും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്. അതായത് ഗോപിനാഥ് മുണ്ഡെ സ്വാഭാവികമായി ഒരു ആക്സിഡന്റിൽ മരിച്ചതാണോ അതോ അതൊരു കൊലപാതകമാണോ എന്നതടക്കം ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എന്തു തന്നെയാലും ഇപ്പോൾ ഇന്ത്യൻ പത്രപ്രവർത്തക അസോസിയേഷൻ, യൂറോപ്പിലെ ഇന്ത്യൻ ജേർണലിസ്റ്റ് അസോസിയേഷനും അതുപോലെ തന്നെ അമേരിക്കയിലുള്ള സൈബർ എക്സ്പേർട്സും ഇന്ന് വൈകിട്ട് നടത്തിയ ഒരു പത്രസമ്മേളനമാണ്. ഈ ഒരു പത്രസമ്മേളനത്തിലാണ് ഹാക്കർ ഈ ഒരു നിർണായക വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സെയ്ദ് സുജ എന്ന് പറയുന്ന ഹാക്കർ 2014 മുതൽ ഈ BJPക്ക് വേണ്ടി മുഖ്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറി നടത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയമാണ്. ഇനി 2-3 ആഴ്ചക്കകം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കും. മെയ് മാസത്തോട് കൂടി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ ഭാഗത്തു നിന്നും തെരഞ്ഞെടുപ്പ് മെഷീനുകളിൽ വീണ്ടും ഒരു അട്ടിമറി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് മുൻകൂട്ടി കാണേണ്ടത്. കഴിഞ്ഞ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP വളരെ വലിയ ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് അധികാരത്തിലെത്തിയത്. എന്നാൽ 2014 സാഹചര്യം മാറി 2019 എത്തുമ്പോൾ BJP ഏറ്റവും കൂടുതൽ ഒരു ഭരണവിരുദ്ധ വികാരം നേരിടുന്ന സമയമാണ്. പല തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം BJPക്ക് വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയത്ത് 2019 എങ്ങനെയും അധികാരത്തിൽ എത്തുക എന്നതാണ് BJPയുടെ ഒരു പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ 2019 2014 സമാനമായി വ്യാപകമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ തിരിമറികൾ സംഭവിക്കാമെന്നും BJP വീണ്ടും അധികാരത്തിൽ എത്താമെന്നും ഉള്ള ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ഹാക്കർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയ വിഷ്ണു, അത് തന്നെയാണ് വളരെ നിർണായകമായ ഒരു സമയം തന്നെയാണ്. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹാക്കറിന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിനു മുൻപ് തന്നെ ഇന്ന് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പ്രധാനപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നമുക്കറിയാം BJP ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇതിനു മുൻപ് ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ BJP അട്ടിമറിക്കുകയും അങ്ങനെ ഇല്ല എന്ന് പറയുകയും ഇത്തരത്തിൽ ഇലക്ഷൻ മെഷീനുകൾ കൃത്രിമം നടത്താൻ സാധിക്കില്ല എന്ന് അവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ തിരുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ ഹാക്കറിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രിയ, ഇത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് 2014 BJP അധികാരത്തിലെത്തിയതിനു ശേഷം വളരെ വ്യാപകമായി തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യമാണ് EVM മെഷീനിൽ തിരിമറി നടത്താൻ സാധിക്കും. അങ്ങനെ ഒരു അട്ടിമറിയിലൂടെ ജനാധിപത്യത്തെ നശിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ ധ്വംസനം നടത്തിക്കൊണ്ടാണ് BJP ഇപ്പോൾ അധികാരത്തിൽ വരുന്നതെന്നും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP ഇത്ര വലിയ ഭൂരിപക്ഷം നേടുന്നതെല്ലാം EVM മെഷീനുകളിലെ അട്ടിമറിയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പലപ്പോഴും ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ്. ഈ EVM മെഷീനുകൾ മാറ്റണമെന്നും തിരിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് എത്തണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം ദയവായി തുടങ്ങി. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഭാസുരേന്ദ്ര ബാബു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലാണ് അമേരിക്കൻ ഹാക്കർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് വാർത്താ സമ്മേളനം വഴി. അതായത് ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ ഹാക്കർ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു. പ്രധാനമായും ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടന്നു
നടന്നുവെന്നും ഇക്കാര്യം BJP നേതാവായ ഗോപിനാഥ് മുണ്ടയ്ക്ക് അറിയാമായിരുന്നുവെന്നുമാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ ഈ അമേരിക്കൻ ഹാക്കർ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സാങ്കത്യത്തെ കുറിച്ച് വലിയ സംശയങ്ങൾ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. എനിക്ക് തോന്നുന്നു പരിസരമായി ആ പ്രശ്നം ഉന്നയിച്ചത് ദില്ലിയിൽ നിന്ന് കേജ്രിവാളാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ വലിയ ഡെമോൺസ്ട്രേഷനുകൾ നടത്തുകയും ഈ ഡിജിറ്റൽ ഡിവൈസ് ഏത് സാഹചര്യത്തിലും അട്ടിമറിക്കാൻ സാധ്യമായ ഒരു ഡിവൈസാണ്, അതാണ് EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി നമുക്കറിയാവുന്നത് മാതിരി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ ആക്ഷേപങ്ങൾ എത്തുകയും അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഫോൺ ബന്ധത്തിൽ എന്തോ സാങ്കേതിക തടസ്സം ഉണ്ടെന്ന് കരുതുകയാണ്. വീണ്ടും അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ചു എത്താം. ഇപ്പോൾ വീണ്ടും വിഷ്ണുവിലേക്ക് ചേരുകയാണ്. വിഷ്ണു, തുടരാം. പ്രിയ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റണമെന്നും അതിനു പകരം ബാലറ്റ് പേപ്പറിലൂടെ വോട്ടിംഗ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ വരെ ഹർജികൾ ഫയൽ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഇന്ത്യക്ക് മുന്നിലുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ റോഡിൽ കിടന്ന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല ഹോട്ടൽ റൂമുകളിൽ നിന്നും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറിക്കുള്ള സാധ്യതകൾ ആണ് ഇപ്പോൾ ഈ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഹാക്കർ ഇന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിരിക്കുന്നു. ഏറ്റവും വ്യാപകമായി അട്ടിമറി നടന്നത് 2014 വോട്ടെടുപ്പിലാണ്. ഇങ്ങനെ നോക്കുമ്പോൾ BJP 2014 ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉത്തർപ്രദേശ്, ഗുജറാത്ത് ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ BJPക്കെതിരെ വളരെ വലിയൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളിൽ BJP 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അധികാരത്തിലേക്ക് എത്തുന്നു. ഈ അധികാരത്തിൽ എത്തുന്നത് പോലും വോട്ടിംഗ് മെഷീനിലെ അട്ടിമറികൾ നടത്തിക്കൊണ്ടാണ് ഇവിടെയെല്ലാം ഇവർ അധികാരത്തിൽ എത്തുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഒരു ഹാക്കർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാക്കറുടെ വാക്കുകൾ ഇപ്പോൾ നമുക്ക് വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് BJP നേതാവായിട്ടുള്ള ഗോപിനാഥ് മുണ്ടയുടെ മരണമാണ്. ഈ ഗോപിനാഥ് മുണ്ട 2014 BJP അധികാരത്തിലേക്ക് എത്തിയത് ഈ ഒരു വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തിക്കൊണ്ടാണ് എന്ന് അറിയാവുന്ന ഒരു BJP വീണ്ടും ഒരു നിമിഷം തുടരുക. ഇപ്പോൾ വീണ്ടും ശ്രീ ഭാസുരേന്ദ്ര ബാബു ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, പറയാം താങ്കൾക്ക്. ഞാൻ പറഞ്ഞു വന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന ഡിവൈസ് അത് അട്ടിമറിക്കാൻ കഴിയാത്ത ഒരു ഡിവൈസ് ആണെന്ന് ആരും വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡെമോൺസ്ട്രേഷന് ശേഷം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് VVPAT കൂടി, അതായത് ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 30% ഈ EVM മെഷീനിലൂടെ വരുന്നതിൽ 30% നമുക്ക് പേപ്പറായിട്ട് അതിന്റെ റിസൾട്ട് കിട്ടും ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന്. അങ്ങൊരു ക്രോസ് ചെക്കിംഗ് മെഷീൻ ഒരു മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പലയിടത്തും പ്രയോഗിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ എങ്കിൽ പോലും തികച്ചും അപകടരഹിതമായ ഹാക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന കരുതൽ ശക്തിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഹാക്കറുടെ വിവരം. അത്ഭുതപ്പെടുത്തുന്നത്, അമ്പരപ്പിക്കുന്നത് കൊലപാതകം പോലും ഇക്കാര്യത്തിൽ നടക്കുന്നു എന്നതാണ്. മുണ്ടയുടെ കൊലപാതകം ഇതുമായാണ് ബന്ധിപ്പിച്ച് നടന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ ഹാക്കർ പറയുന്നു. അതുപോലെ തന്നെ അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സമ്പത്തിന് ഇത് അറിയാമായിരുന്നു എന്ന് കൂടി പറയുമ്പോൾ 2014 ഏതായാലും വൻ തോതിലുള്ള അട്ടിമറി തെരഞ്ഞെടുപ്പ് മെഷീനിൽ നടന്നിരിക്കുന്നു. പലതരം അട്ടിമറികൾക്ക് ശേഷമാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് ഉയർന്നത്. വോട്ടിംഗ് മെഷീനിലൂടെ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ജയിച്ചിട്ടേ ഇല്ല എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട കറുത്ത ഒരു അധ്യായമായി 2014 പൊതു തെരഞ്ഞെടുപ്പ് മാറിക്കൂടായികയില്ല. ഇതാണ് ഒരു വശം. മറുവശത്ത് നോക്കൂ, ഇപ്പോൾ തന്നെ കഴിഞ്ഞ ശനിയാഴ്ച കൽക്കത്തയിൽ നടന്ന ഒരു മഹാറാലി ഉണ്ടല്ലോ പ്രതിപക്ഷത്തിന്റെ. ആ മഹാറാലി ഒരു കമ്മിറ്റിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. EVM മെഷീനിന്റെ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സാങ്കത്യത്തെക്കുറിച്ച് ചിന്തിക്കാനും പരിചിന്തിക്കാനും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാനും ഇത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം
തെരഞ്ഞെടുപ്പ് അത് അർത്ഥവത്താകണമെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും സത്യത്തിൽ അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ്. വളരെയധികം നന്ദി ശ്രീ ഭാസുരേന്ദ്ര ബാബു ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് അമേരിക്കൻ ഹാക്കർ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിരിക്കുന്നു. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം നടന്നിരിക്കുന്നുവെന്നും അമേരിക്കൻ ഹാക്കർ പറഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യം BJP നേതാവ് ഗോപിനാഥ് മുണ്ടയ്ക്ക് അറിയാമായിരുന്നുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊല ചെയ്തതെന്നും ഹാക്കർ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു നൽകിയത്. BJPയുടെ അയ്യപ്പ ഭക്ത സംഗമം സവർണ കൂട്ടായ്മയായെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് മഹാഭാഗ്യമായെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. പോകാറുണ്ട്, ഞാൻ മഹാഭാഗ്യമായി പോയി. ഭാഗ്യമല്ല, മഹാഭാഗ്യം. ഞാൻ പോയി കെണി വീണ് പോയാലെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്നെ നല്ലപോലെ പ്രശ്നം ചെലുത്തി, എൻ്റെ ഭാര്യ ചെല്ലാൻ വേണ്ടി പ്രശ്നം ചെലുത്തി. ഒരുപക്ഷെ ഞാൻ ചെല്ലാൻ ഒത്തില്ലെങ്കിൽ ഞാൻ ഭാര്യയെങ്കിലും പറഞ്ഞുവിടണം എന്ന് വിചാരിച്ചു. കാരണം അമ്മയുണ്ട് എന്നും അമ്മ അവിടെ ഒരു ആത്മീയ പ്രഭാഷണം നടത്തുന്നു എന്നാണ് നമ്മൾ ധരിച്ചിരുന്നും പറഞ്ഞവരും എല്ലാവരും. M. നാഗേശ്വര റാവുവിനെ CBIയുടെ ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി. CBI ഡയറക്ടറെ തീരുമാനിക്കാനുള്ള ഉന്നതതല സമിതിയിൽ അംഗമായതിനാൽ ചീഫ് ജസ്റ്റിസ് പിന്മാറിയത്. പുതിയ ബെഞ്ച് ജനുവരി 24-ന് ഹർജി പരിഗണിക്കും. അലോക് വർമ്മ നടപ്പിലാക്കിയ സ്ഥലം മാറ്റ ഉത്തരവ് പിൻവലിച്ച നാഗേശ്വര റാവുവിന്റെ നടപടിക്കെതിരെയാണ് CBI ഉദ്യോഗസ്ഥൻ AK ബസി സുപ്രീംകോടതിയെ സമീപിച്ചത്. CBI ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവുവിനെതിരായ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി. പുതിയ CBI ഡയറക്ടറെ തീരുമാനിക്കാനായി ജനുവരി 24 വ്യാഴാഴ്ച ഉന്നതതല സമിതി യോഗം ചേരാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. പ്രധാനമന്ത്രിക്ക് പുറമെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ടതാണ് ഉന്നതതല സമിതി. സന്നദ്ധ സംഘടനയായ കോമൺ കോസാണ് സുപ്രീം കോടതി ഹർജി ഫയൽ ചെയ്തത്. നാഗേശ്വർ റാവുവിന്റെ നിയമനം ചോദ്യം ചെയ്യുന്നതിന് പുറമെ CBI ഡയറക്ടറെ കണ്ടെത്തുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന ആവശ്യവും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ജനുവരി 24-ന് സുപ്രീം കോടതിയിൽ സീനിയോറിറ്റി രണ്ടാമതുള്ള ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി പരിഗണിക്കും. CBI ഇടക്കാല ഡയറക്ടറെ നിയമിക്കേണ്ടത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയാണ്. എന്നാൽ നാഗേശ്വർ റാവുവിനെ നിയമിച്ചത് അങ്ങനെയല്ലാത്തതിനാൽ നിയമനം റദ്ദാക്കണമെന്നാണ് കോമൺ കോസിന്റെ ആവശ്യം. അലോക് വർമ്മയെ മാറ്റിയതിന്റെ അടിസ്ഥാനത്തിൽ ഇടക്കാല ഡയറക്ടറായ നാഗേശ്വർ റാവുവിന്റെ കാലാവധി ജനുവരി 31 വരെയാണ്. അലോക് വർമ്മയുടെ ഭാവി നിശ്ചയിക്കാൻ ചേർന്ന ഉന്നതതല സമിതി യോഗത്തിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് പകരം ജസ്റ്റിസ് AK സിക്രിയാണ് യോഗത്തിനെത്തിയത്. യോഗത്തിൽ അലോക് വർമ്മയ്ക്കെതിരായ നീക്കത്തെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ എതിർത്തിരുന്നുവെങ്കിലും ഭൂരിപക്ഷ തീരുമാനപ്രകാരം വർമ്മയെ നീക്കുകയായിരുന്നു. പുതിയ CBI ഡയറക്ടർ ഫെബ്രുവരി 1 മുതൽ ഔദ്യോഗിക പദവിയിലെത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട മെഹുൽ ചോക്സി ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ചു. പൌരത്വം ഉപേക്ഷിച്ച് ചോക്സി തന്റെ പാസ്പോർട്ട് ആന്റിഗോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സമർപ്പിച്ചു. വായ്പാ തട്ടിപ്പ് കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നതിനാൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറുന്നത് ഒഴിവാക്കാനാണ് പൌരത്വം ഉപേക്ഷിച്ചതെന്നാണ് സൂചന. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 13,000 കോടി രൂപ തട്ടിയ കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം തുടരുന്നതിനിടെയാണ് മെഹുൽ ചോക്സി ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ചത്. വായ്പാ തട്ടിപ്പ് കേസിൽ ഇന്റർപോൾ ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചോക്സിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിനായുള്ള കേസ് ആന്റിഗ്വയിൽ തുടരുന്നതിനിടെയുമാണ് പൌരത്വം ഉപേക്ഷിച്ച ചോക്സിയുടെ നീക്കം. വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് കൈമാറുന്നത് ഒഴിവാക്കാനാണ് ചോക്സി പൌരത്വം ഉപേക്ഷിച്ചതെന്നാണ് സൂചന. പൌരത്വം ഉപേക്ഷിച്ച ചോക്സി തന്റെ ഇന്ത്യൻ പാസ്പോർട്ട് ആന്റിഗ്വയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സമർപ്പിച്ചു. ആന്റിഗ്വയിലെ പൌരത്വം നേടിയതിന് പിന്നാലെ 2 രാജ്യത്തെ പൌരത്വം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ചോക്സിയോട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഇന്ത്യൻ പൌരത്വം ചോക്സി ഉപേക്ഷിച്ചതോടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചോക്സിയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതിനുള്ള സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചു. വീഡിയോ കോൺഫറൻസിംഗ് വഴി അന്വേഷണവുമായി സഹകരിക്കാമെന്ന് ചോക്സി നേരത്തെ അറിയിച്ചിരുന്നു. ചോക്സിയെ വിട്ടുകിട്ടിയില്ലെങ്കിൽ അന്വേഷണ സംഘം ഈ സാധ്യത പരിശോധിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുനമ്പം മനുഷ്യക്കടത്തിൽ ദില്ലിയിൽ നിന്നും ഒരാൾ കൂടി പിടിയിൽ. ദില്ലി അംബേദ്കർ നഗർ സ്വദേശി രവി സനൂപ് രാജയാണ് പിടിയിലായത്. ന്യൂസിലൻഡിലേക്ക് പോകാൻ കേരളത്തിലെത്തി തിരിച്ചു വന്നയാളാണ് രവി. രവിയെ പിടികൂടാൻ ഇന്നലെ രാത്രി മുതൽ പോലീസ് ശ്രമം ആരംഭിച്ചിരുന്നു. ദില്ലി സാകേത് കോടതി പരിസരത്ത് നിന്നാണ് രവിയെ കേരള പോലീസ് സംഘം പിടികൂടിയത്. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, ഇപ്പോൾ മറ്റൊരാളെ കൂടി ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നു. രവി എന്നാണ് ഇയാളുടെ പേര് എന്ന് കഴിഞ്ഞ ബുള്ളറ്റിൽ ഇയാളെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊക്കെ കഴിഞ്ഞ ബുള്ളറ്റിനിൽ ശരത്ത് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണ് പോലീസിന്റെ അടുത്ത നീക്കം? ഇയാളെ ചോദ്യം ചെയ്യലിനായി കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ?
പ്രിയ, ദില്ലിയിൽ നിന്ന് കേരളത്തിലെത്തി മുനമ്പം വഴി ന്യൂസിലൻഡിലേക്കുള്ള ബോട്ടിൽ കയറാനാകാതെ മടങ്ങിയ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് രവി സനൂപ് രാജ പോലീസിന്റെ പിടിയിലായത്. രവി കേരളത്തിൽ വന്നതായും അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് ആസൂത്രണം ചെയ്ത ആളുകളുമായി സമ്പർക്കം പുലർത്തി എന്നുമാണ് നിലവിൽ പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ദില്ലി സാകേത് കോടതി പരിസരത്ത് വെച്ച് ആലുവ SI സാബു, KA മേരിദാസൻ എന്നിവരാണ് ഇയാളെ പിടികൂടിയത്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ബോട്ടിൽ പോയിട്ടുണ്ട് ന്യൂസിലൻഡിലേക്കെന്നും, എന്നാൽ തനിക്ക് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള അവകാശവാദമാണ് രവി പോലീസ് പിടിയിലായതിനു ശേഷം ചാനലുകളോട് സംസാരിക്കവെ വ്യക്തമാക്കിയത്. എന്നാൽ അതേസമയം തന്നെ 21 കേസുകളിൽ പ്രതിയാണ് രവി എന്നതിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അംബേദ്കർ നഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാലമോഷണ സംഘവുമായി ബന്ധപ്പെട്ടാണ് ഭൂരിഭാഗം കേസുകളും നിലവിലുള്ളത് എന്നും കൃത്യമായ രേഖകൾ സഹിതം വ്യക്തമായിട്ടുണ്ട്. നേരത്തെ പിടിയിലായ പ്രഭുവിനെയും അതുപോലെ തന്നെ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന രവിയെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് കേരളത്തിലെത്തിച്ച് ചോദ്യം ചെയ്യാനാകും അന്വേഷണ സംഘം ഇനി ശ്രമിക്കുക. ഇതിലൂടെ നേരത്തെ നമ്മൾ പുറത്തുവിട്ട ശ്രീകാന്ത്, രവീന്ദ്ര, ശാന്തകുമാർ, ശിവപാൽ തുടങ്ങിയ മുഖ്യ സൂത്രധാരന്മാരുടെ കൃത്യമായ വിവരം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അതോടൊപ്പം തന്നെ ബോട്ടിൽ പോകാൻ സാധിക്കാതെ 19ഓളം ആളുകളാണ് ദില്ലിയിലേക്ക് തിരികെ മടങ്ങിയതെന്ന് നേരത്തെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. ഈ 19 ആളുകളിൽ 2 പേർ പിടിയിലായതോടുകൂടി ബാക്കി 17 ആളുകളും അംബേദ്കർ കോളനിയിൽ നിന്നും മുങ്ങിയിരിക്കുകയാണ് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വഴിത്തിരിവുകൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ്. പ്രിയ.